ബൈബിള് ചുമ്മാ തുറന്നപ്പോൾ അതിൽ കാണുന്ന വാക്കിതാണ്. വായിച്ചോളൂ. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറുകളാണിത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ ഇത് കേട്ടപ്പോൾ ഇത് എന്നെ കുറിച്ചാണല്ലോ പറയണേ. അദ്ദേഹത്തിനൊരു രൂപാന്തരീകരണം ഉണ്ടായി, വെള്ളം വീഞ്ഞായി. തുടർന്ന് അദ്ദേഹം അംബ്രോസിൻ്റെ അടുത്ത് പോയി മാമോദീസ സ്വീകരിച്ചു, പുതിയ സൃഷ്ടിയായി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുള്ളിയുടെ ഒരു മിസ്ട്രസ് ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുമായിരുന്നു. അവളൊരു കൊച്ചുണ്ടായിരുന്നു. അവളുടെ അടുത്ത് പോകുന്നില്ല. അപ്പോൾ അവൾ ഇവനെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ വഴിക്ക് വെച്ച് കണ്ടു. നീ എവിടെ അഗസ്തീനോസേ? നീ എന്താ എൻ്റെ അടുത്ത് വരാത്തത്? നീ വേഗം വായോ. അഗസ്തീനോസ് പറഞ്ഞു, ഞാൻ ആ പഴയ അഗസ്തീനോസ് അല്ല. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ഓരോ മനുഷ്യനെയും പുതിയ സൃഷ്ടിയാക്കുന്നു. ഇപ്പോൾ 8-ാം അധ്യായത്തിൽ ഇങ്ങനെ സംഭവിച്ചു. 9-ാം അധ്യായത്തിൽ ഒരു അന്ധനെ കാഴ്ച കൊടുക്കുന്നതിലൂടെ അവൻ്റെ ആരുടെ പാപം കൊണ്ടാണെന്ന് പലരും ചോദിച്ചു. ഇത് ആരുടെയും പാപം കൊണ്ടല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അവനെ പുതിയ സൃഷ്ടിയാക്കി. അവൻ്റെ കണ്ണിൽ അഥവാ മണ്ണെടുത്ത് അതിൽ തുപ്പി ആ ചെളി ഉണ്ടാക്കി കണ്ണിൽ തേച്ചു. ശിലോഹാക്കുളത്തിൽ കഴുകാൻ പറഞ്ഞു. ഇതെല്ലാം കൗദാശികതയുടെ അടയാളമാണ്. മണ്ണ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഒറിജിനൽ എലിമെൻ്റാണ്. മണ്ണിൽ നിന്നുണ്ടായ മനുഷ്യൻ. തുപ്പൽ ദൈവത്തിൻ്റെ ദൈവിക കൃപയുടെ എലിമെൻ്റാണ്. ഇത് രണ്ടും ചേർന്നപ്പോൾ രൂപാന്തരീകരണം സംഭവിച്ചു. അവൻ്റെ ആന്തരിക നയനങ്ങൾ തുറന്നു. അവൻ പുതിയ സൃഷ്ടിയായി. 10-ാം അധ്യായത്തിൽ ഇതിൻ്റെ ഹൈ തിയോളജിയാണ് പറയുന്നത്. ഞാനാണ് വാതിൽ. ഈ വാതിലിലൂടെ കടക്കുന്നവരെല്ലാവരും തന്നെ രക്ഷിക്കപ്പെടും, പുതിയ സൃഷ്ടിയാകും, നീതീകരിക്കപ്പെടും. 11-ാം അധ്യായത്തിൽ വിശ്വസിക്കുമെങ്കിൽ നീ ദൈവമഹത്വം കാണും. മരിച്ച് ചീഞ്ഞ് 4 ദിവസമായി ചീയാൻ തുടങ്ങിയിരിക്കുന്ന ഒരു ശരീരത്തെ, ഒരു വ്യക്തിയെ വിശ്വാസത്തിലൂടെ യേശു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. ഉയർപ്പിൻ്റെ അനുഭവം കൊടുക്കുന്നു. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പാപം ഏറ്റെടുത്ത പീഠാനുഭവത്തിൽ മാത്രമല്ല വിശ്വസിക്കുന്നത്, സംസ്കാരത്തിലും ഉത്ഥാനത്തിലും കൂടി നമ്മൾ വിശ്വസിക്കുന്നു. ആ സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനുഭവമാണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരീകരിക്കുന്നത്. 12-ാം അധ്യായത്തിൽ ഇതിൻ്റെ ആ പീഠാനുഭവത്തിലേക്കുള്ള ഒരുക്കമാണ്. 13-ാം അധ്യായത്തിൽ അന്ത്യത്താഴം, കുർബാന സ്ഥാപിക്കുന്നു. പുതിയ സൃഷ്ടിയാകുന്നതിന് വേണ്ടി ഈശോ തൻ്റെ തന്നെ ജീവൻ സമർപ്പിക്കുന്നു. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം മുഴുവനും മനസ്സിലായോ? ഇപ്പോൾ ഈ മുഴുവൻ അധ്യായങ്ങളുടെയും സാരാംശം എന്താണ്? വെള്ളം വീഞ്ഞാകുന്നു. ഇതായിരിക്കണം നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കാതൽ. ഒന്ന് നമുക്ക് സ്വതന്ത്രമായൊന്ന് സ്തുതിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരിലും നിരവധി മേഖലകൾ രൂപാന്തരീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുന്നു. അതിനുശേഷം അഭിഷേക പ്രാർത്ഥനയാണ്. നമുക്ക് കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. എല്ലാവരും സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ദാഹിക്കുക.
പുതിയ സൃഷ്ടിയാകുന്നതാണ് സർവപ്രധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയാകുന്നതാണ് പരമപ്രധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ കൈയടിച്ച് കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. പുതിയ സൃഷ്ടിയാകണമേ. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശബ്ദമുയർത്തി പൂർണ്ണ ശക്തിയോടെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വെള്ളം വീഞ്ഞാക്കിയ പോലെ പുതിയ സൃഷ്ടിയാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വെള്ളം വീഞ്ഞാക്കട്ടെ. ഞങ്ങളാകുന്ന വെള്ളത്തെ വീഞ്ഞാക്കണമേ. ഞങ്ങളിലെ പരിസയനെ, ഞങ്ങളിലുള്ള പരിസയനെ ഉരിഞ്ഞു മാറ്റണമേ. ഞങ്ങളിലുള്ള പരിസയനെ ഉരിഞ്ഞു മാറ്റണമേ. ഞങ്ങളിലുള്ള പരിസയനെ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയാ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയാ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എല്ലാ കാലം പടരണമേ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കണമേ. ഹല്ല ഹല 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 ഹല്ല ഹല 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 ഹല്ല ഹല 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 ബല 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 ബല. ഞങ്ങളിലുള്ള പരിസയ സ്വഭാവത്തെ അകറ്റണമേ. ഞങ്ങളിലുള്ള പാപ സ്വഭാവത്തെ അകറ്റണമേ. ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കണമേ. ഞങ്ങളെ പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവായ യേശുവിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ ഉള്ള വിശ്വാസത്തിലൂടെ, യേശുവിൻ്റെ ശരീരവും രക്തം ഭക്ഷിക്കുന്നതിലൂടെ, യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുന്നതിലൂടെ ഞങ്ങൾ പുതിയ സൃഷ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. നമ്മൾ ഇന്ന് കുർബാന അർപ്പിക്കുമ്പോൾ ഈ ബോധ്യത്തോടെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പുതിയ സൃഷ്ടിയാകാൻ 2 മണിക്ക് കുർബാന, അതിനുശേഷം നമ്മൾ ഉടനെ തന്നെ കൈവെപ്പ് പ്രാർത്ഥനയെല്ലാം നടത്തുമ്പോൾ ഈ ബോധ്യത്തോടെ നമ്മൾ നീങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഓക്കെ, അതും പറയണ്ടോ?